CPIM സംസ്ഥാന സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനമായ ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നടക്കുക. ഇന്ന് പൂർണ്ണമായും ചർച്ചയാണ്. നാളെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയെ സംബന്ധിച്ചുള്ള ചർച്ച നാളെ നടക്കും. ഇപ്പോൾ നമ്മോടൊപ്പം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സഹവേ നമസ്കാരം, കൈരളിയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട അജണ്ടകൾ ഇന്നലെ പൂർത്തിയായി. പ്രവർത്തന റിപ്പോർട്ടും അതോടൊപ്പം തന്നെ നവകേരളം പടുത്തുയർത്തുന്നത് സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ നിർദ്ദേശങ്ങളടങ്ങിയ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയും. അതെ, ഇന്നലെ ഉദ്ഘാടന പ്രസംഗം അത് രാഷ്ട്രീയ വിശകലനമാണ്. അത് സംബന്ധിച്ച് നേരിട്ട് വിശദമായ ചർച്ചയില്ല. കാരണം പാർട്ടി കോൺഗ്രസ്സാണ് രാഷ്ട്രീയ ലൈൻ തീരുമാനമെടുക്കുക. പക്ഷെ സമ്മേളനത്തിന് ആമുഖമായിട്ട് ഇന്നത്തെ ലോക രാഷ്ട്രീയത്തെക്കുറിച്ചും ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഉദ്ഘാടന പ്രസംഗമാണ്. രണ്ടാമത്തേത് പ്രവർത്തന റിപ്പോർട്ട്, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട്. അത് യഥാർത്ഥത്തിൽ 5 ഭാഗങ്ങളായിട്ടാണ്. ഈ പ്രവർത്തന റിപ്പോർട്ട് വളരെ വിശദമായിട്ടുള്ള വർഗബഹുജന സംഘടനയെക്കുറിച്ചുള്ളത്, പാർട്ടി സംഘടനാ രീതിയെക്കുറിച്ചുള്ളത്, കഴിഞ്ഞ ഒരു 3 വർഷക്കാലത്തിനിടയിൽ അംഗീകരിച്ച പ്രധാനപ്പെട്ട രേഖകൾ, ഇതിൻ്റെ ഭാഗമാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച വഴികൾ സംബന്ധിച്ചിട്ടുള്ള രേഖയും. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ചർച്ചകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നും നാളെയും ചർച്ചകളായിരിക്കും. ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണ്. പിന്നെ ഉണ്ടാവുക ഏതാനും പ്രമേയങ്ങൾ. അതിന്ന് കാലത്തങ്കേരി അവതരിപ്പിച്ച് ഉച്ചക്ക് ഇന്നലെ ശുചിത്വ കേരളം സംബന്ധിച്ചുള്ള പ്രമേയമായിരുന്നു അല്ലേ? അതെ, ഇന്നലെ ശുചിത്വ കേരളത്തെക്കുറിച്ചുള്ള പ്രമേയമായിരുന്നു. ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം അതാണ് എന്നുള്ളത് കൊണ്ടല്ല, രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഉദ്ഘാടന പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പൊതു വർത്തമാനമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രമേയങ്ങൾ വേണ്ട. ഇന്ന് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ അത് പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. അപ്പം അതിൻ്റെ അവസാന ഘട്ടത്തിൽ പാർട്ടി എന്ന നിലയിൽ ഇടപെടേണ്ടത് എങ്ങനെ? മാർച്ച് 30 പൊതു ഇടങ്ങൾ വൃത്തിയാവണം. ഒരു മാലിന്യ കൂമ്പാരവും കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. പാർട്ടിയുടെ ഓരോ ലോക്കൽ കമ്മിറ്റിയും ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏതാനും മാസങ്ങളായിട്ട് എൻ്റെ ക്യാമ്പയിനിലാണ്. പക്ഷെ അവരൊരു പരിശോധന നടത്തും. എവിടെയൊക്കെയാണ് ഇനിയും മാലിന്യ കൂമ്പാരങ്ങൾ അവശേഷിക്കുന്നത്, അത് മാപ്പ് ചെയ്യും. അതിനടിസ്ഥാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് മുഴുവൻ വൃത്തിയാക്കും. വൃത്തിയാക്കാൻ മാത്രമല്ല, അതിനു മുമ്പുള്ള സ്ഥിതിയും വൃത്തിയാക്കിയ ശേഷമുള്ള വിധിയും ഒരു #ൻ്റെ അടിസ്ഥാനത്തിൽ നവമാധ്യമത്തിലിടണം എന്നാണ് പ്രമേയം പറയുന്നത്. എന്നുവെച്ചാൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും ബോധവൽക്കരണത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ളൊരു വർത്തമാനമല്ല, മറിച്ച് വളരെ കൃത്യമായിട്ട് അടുത്ത ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ഈ ക്യാമ്പയിന് സർക്കാർ എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളത് തെളിവാണ്. കൗതുകരമായൊരു കാര്യം കൂടി പറയട്ടെ. ശ്രീലങ്കയിലെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു. അവിടുത്തെ പ്രസംഗത്തിൽ മുഖ്യമായിട്ടും അപ്പീൽ ചെയ്ത കാര്യം അവിടുത്തെ മാലിന്യ സംസ്കരണം, സുന്ദര ദ്വീപ്, പുഞ്ചരിക്കുന്ന മുഖങ്ങൾ എന്നും പറഞ്ഞുള്ള ക്യാമ്പയിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ ജനങ്ങളെ അണിനിരത്തി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. അതിൽ വിജയപര്യസമാപ്തിയിലേക്ക് നീങ്ങുന്ന ആദ്യത്തെ ക്യാമ്പയിനാണ് ഈ ശുചിത്വ ക്യാമ്പയിൻ. അതുകൊണ്ടാണ് ആദ്യ ദിവസം ആ പ്രമേയം തന്നെ അവതരിപ്പിച്ചത്.